മാങ്കൂട്ടത്തിലിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ കോൺഗ്രസ്. വനിതാ നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത്. പാർട്ടി നടപടി തന്റെ കൂടി അറിവോടെയെന്ന് അറിയിച്ച് ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷിക്കാൻ കോൺഗ്രസിൽ നിന്ന് ഇനി ആരും വരില്ല. CPM-നെതിരായ ക്യാമ്പയിനിൽ ആദ്യം വിട്ടുനിന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ സജീവമായത് രാഹുലിനെ ഇനി പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന ബോധ്യത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായെന്ന് കെ മുരളീധരൻ തറപ്പിച്ചു പറയുന്നു. തെറ്റ് ചെയ്തവർക്കൊപ്പം നിന്ന് പാർട്ടിയെ അപകടത്തിലാക്കുകയല്ല ഉത്തരവാദിത്വമുള്ളവർ ചെയ്യേണ്ടതെന്ന് VD സതീശൻ പറയുന്നു. രാഹുൽ പൊതുരംഗത്ത് തുടരുന്നത് നാടിന് തന്നെ അപമാനമാണെന്ന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നു. അതെ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗോഡ് ഫാദറായി കോൺഗ്രസുകാർ തന്നെ വിശേഷിപ്പിക്കുന്ന ഷാഫി പറമ്പിലിനും പറ്റാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും തന്റേത് കൂടിയാണെന്ന് ഷാഫി പറഞ്ഞത്. ഞങ്ങളെല്ലാം ചേർന്ന് യോജിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണത്. വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ പാർട്ടി തീരുമാനത്തെ സ്വാധീനിക്കില്ല. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനമാണ്. അതിൽ തന്നെ വ്യക്തിപരമായി ഒറ്റപ്പെടുത്തി ചിത്രീകരിക്കേണ്ടതില്ലെന്നും ഷാഫി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് നടത്തുന്ന അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്ന സാമൂഹിക മാധ്യമ പ്രചാരണത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നത് വലിയ ചർച്ചയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പുതിയ കവർ പേജ് ഷെയർ ചെയ്തു. എന്നാൽ സംഭവം ചർച്ചയായതോടെ ബുധനാഴ്ച രാവിലെയാണ് ഷാഫി പറമ്പിൽ പുതിയ കവർ പേജ് ഷെയർ ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ഫേസ്ബുക്കിൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്ന കവർ ചിത്രം പങ്കുവച്ചു തുടങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ആരോപണങ്ങളിൽ സജീവ ചർച്ച തുടരുന്നത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചർച്ചകൾ തിരികെ സ്വർണ്ണക്കൊള്ളയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നേതാക്കന്മാരുടെ പുതിയ ക്യാമ്പയിൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കടുത്ത വിമർശനം തുടരുന്ന പശ്ചാത്തലത്തിലാകണം ഷാഫി പറമ്പിൽ CPM-നെതിരായ ക്യാമ്പയിനിൽ നിന്ന് ആദ്യം വിട്ടുനിന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങുകയാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഷാഫി മയപ്പെടുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ പാർട്ടി വേഗത്തിൽ തന്നെ തീരുമാനം കൈക്കൊള്ളും. രാഹുൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഷനിലാണ്. തെറ്റ് തിരുത്താനുള്ള മാർഗമായാണ് സസ്പെൻഷൻ നടപടി പാർട്ടി അനുവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ തെറ്റ് തിരുത്തലിന് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ രേഖാമൂലമുള്ള പരാതി സർക്കാരിന്റെയോ പാർട്ടിയുടെയോ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാഹുലിനെതിരെ ഔദ്യോഗികമായി പരാതി സർക്കാരിനും കോൺഗ്രസ് പാർട്ടിക്കും മുന്നിലുണ്ട്. രാഹുൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി തലത്തിൽ കൂടി അന്വേഷണം നടത്തിയേനെ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായതിനാൽ പരാതി DGPക്ക് കൈമാറുകയായിരുന്നുവെന്ന് കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. MLA സ്ഥാനത്ത് തുടരണോ എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊക്കിൾക്കൊടി ബന്ധം ഉപേക്ഷിച്ചു കഴിഞ്ഞു. അതിനാൽ ഇനി അതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. സാഹചര്യങ്ങൾ പരിശോധിച്ച് MLA സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന് സ്പീക്കർ തീരുമാനിക്കട്ടെ. MLA സ്ഥാനം പാർട്ടി നൽകിയ പദവിയാണെങ്കിലും പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കാത്തയാൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിൽ ചാടാനല്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇനി പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം. കോൺഗ്രസിന് മറ്റു പാർട്ടികളുടെ കാര്യം നോക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇത് ഷാഫി പറമ്പിലിനുള്ള മറുപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സമാനമായ കേസും കാര്യങ്ങളും ഉണ്ടായപ്പോൾ CPM-ൽ എത്ര പേർ പുറത്തുപോയി, എത്ര പേർക്കെതിരെ നടപടി എടുത്തു എന്നതെല്ലാം മാധ്യമങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത് രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ കൂടി ലക്ഷ്യം വെച്ചാണ്. അതേസമയം രാഹുൽ വിഷയത്തിൽ ഇനിയും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടി തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പാർട്ടിക്ക് ലഭിച്ച ബലാത്സംഗ പരാതി പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷിക്കാതെ നിയമത്തിന് മുന്നിൽ വിട്ടു നൽകിയതിൽ KPCCയെ അഭിനന്ദിച്ച് വനിതാ നേതാക്കൾ രംഗത്ത് വന്നത് CPM-നെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ്. ഷാനിമോൾ ഉസ്മാനും അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസും ബിന്ദു കൃഷ്ണയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്നതിനൊപ്പം തന്നെ CPM സമാന വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നുണ്ട്.
അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്ന ക്യാമ്പയിൻ CPM-ന് തലവേദന സൃഷ്ടിക്കും എന്നത് നിസ്തർക്കം.